ഹലോ നമസ്കാരം. മോഹൻലാലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് NSW സ്റ്റേറ്റ്, ന്യൂ സൗത്ത് വെയിൽസ് സ്റ്റേറ്റിലെ യൂണിവേഴ്സിറ്റികളും അതിൻ്റെ ക്യാമ്പസുകളും എന്താണ്, അതിൻ്റെ മാത്രമല്ല അത് ഏത് കാറ്റഗറിയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നും കൂടിയാണ്. അതെ, ഈ കാറ്റഗറികൾ എവിടെയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സ്റ്റേ ബാക്ക് ഇരിക്കുന്നത്, PR പോയിൻറ്റ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ NSW ന്യൂ സൗത്ത് വെയിൽസ്, അതായത് സിഡ്നി ഇരിക്കുന്ന സ്റ്റേറ്റിൻ്റെ അവിടെയുള്ള യൂണിവേഴ്സിറ്റികളും അതിൻ്റെ ക്യാമ്പസുകളും അതിൻ്റെ കാറ്റഗറികളും അതുവഴി നിങ്ങൾക്ക് എത്ര സ്റ്റേ ബാക്ക് കിട്ടുമെന്നും PR എത്ര പോയിൻറ്റ്സ് കിട്ടുമെന്നും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. അതുപോലെ ഇനി വരുന്ന വീഡിയോകളിൽ ഓരോ സ്റ്റേറ്റുകളിലുള്ള യൂണിവേഴ്സിറ്റികളും അവിടുത്തെ ക്യാമ്പസുകൾ കൂടി ഞങ്ങൾ പറഞ്ഞു തരുന്ന ഒരു എക്സ്പ്ലെയിനർ വീഡിയോ കൂടി ഉണ്ടാവും. അങ്ങനെ ഈ ഒരു സീരീസ് മൊത്തം കണ്ടു കഴിഞ്ഞാൽ എന്താണ് അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ ദിസ് ഇസ് ജസ്വിൻ ആൻഡ് ജിസ് ഫ്രം ഹൊലാവെൽ. എല്ലാവർക്കും ഒരു സംശയമുണ്ട്, നമ്മൾ വ്ളോഗേഴ്സ് ആണോ അതോ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ് ആണോ എന്ന്. അപ്പോൾ നമ്മൾ വീഡിയോസ് മാത്രമല്ല ചെയ്യുന്നത്, നമുക്കൊരു കൺസൾട്ടൻസി ഉണ്ട്. എഡ്യൂക്കേഷൻ ആൻഡ് മൈഗ്രേഷൻ നമ്മൾ ഓസ്ട്രേലിയക്കുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓസ്ട്രേലിയ മാത്രമല്ല, കാനഡ, UK, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അയർലൻഡ്, ഏത് കൺട്രീസ് ആണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മൈഗ്രേഷൻ നമ്മൾ കറൻറ്റ്ലി ഇപ്പോൾ ഓസ്ട്രേലിയ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ 95% ചെയ്യുന്നത് ഓസ്ട്രേലിയയുടെ പ്രോസസ്സാണ്. ഓസ്ട്രേലിയയുടെ പ്രോസസ്സ് ഞങ്ങൾ രണ്ടുപേരും ഓസ്ട്രേലിയയിലായതുകൊണ്ട് ഞങ്ങൾ സിഡ്നിയിലാണ് ലൊക്കേറ്റഡ്. അപ്പോൾ ഈ ഓസ്ട്രേലിയ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾ ചെയ്യാൻ കുറേയും കൂടി എളുപ്പമാണ്. അപ്പം നമുക്കെപ്പോഴും ഓസ്ട്രേലിയ ഒരു ടഫർ സിറ്റുവേഷനാണ്, റൂൾസിൻ്റെ കാര്യത്തിലാണ്, ഫിനാൻഷ്യൽ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നവർക്ക് ബാക്കിയുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പക്ഷേ നമ്മൾ കൂടുതലും പോപ്പുലർ ഇൻ കേരള ഈസ് ഫോർ ഓസ്ട്രേലിയൻ സ്റ്റഡീസ്. അപ്പം ഈ ഒരു വീഡിയോ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാകും, നിങ്ങൾക്ക് എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണമെന്നുള്ളത് കൂടി മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ന്യൂ സൗത്ത് വെയിൽസ് ഓസ്ട്രേലിയയിലെ 8 സ്റ്റേറ്റ് ആൻഡ് ടെറിട്ടറീസ് ഉണ്ട്. 6 സ്റ്റേറ്റ്സും 2 ടെറിട്ടറിയും. അതിൽ ഒന്നാമത് എക്കണോമി വൈസ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം NSW ആണ്. അതിൻ്റെ ക്യാപിറ്റൽ സിഡ്നിയാണ്. അപ്പോൾ ന്യൂ സൗത്ത് വെയിൽസിലുള്ള യൂണിവേഴ്സിറ്റികളും അതിൻ്റെ ക്യാമ്പസുകളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓസ്ട്രേലിയയിൽ മൊത്തം 43 യൂണിവേഴ്സിറ്റികളുണ്ട്. അതിൻ്റെ ക്യാമ്പസുകളൊക്കെ എണ്ണിപ്പെറുക്കുമ്പോൾ 150ഓളം വരും. ഇതിൽ NSW അല്ലെങ്കിൽ സിഡ്നിയിൽ തന്നെ എത്ര ക്യാമ്പസുകൾ വരുന്നുണ്ട്? 37 ക്യാമ്പസും യൂണിവേഴ്സിറ്റീസും ആണ് വരുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികൾ അത്രയല്ല, ആ യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസുകൾ കൂടി ചേർത്തിട്ടാണ് ഈ 37 വരുന്നത്. ഓക്കെ, നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി ആദ്യം അതിലേക്ക് തന്നെ പോകാം. ഫസ്റ്റ് വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി ആണ്. യൂസിഡ് എന്ന് പറയും. സിഡ്നി സിറ്റിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. പ്രോപ്പർ ലൊക്കേഷൻ പറയാനായിട്ടാണെങ്കിൽ ക്യാമ്പർഡൗൺ കാറ്റഗറി 1 ഏരിയ ആണ്, അതായത് മേജർ സിറ്റീസ് ആണ്. സോ നമുക്ക് സ്റ്റേ ബാക്കി ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് 2 വർഷവും മാസ്റ്റേഴ്സിന് 3 ഇയേഴ്സും ആയിരിക്കും. ആണോ? ഇതിൻ്റെ ഒരു ടേബിള് നമുക്ക് അനലൈസ് ചെയ്ത് പറയാം. ആദ്യം ഈ കാറ്റഗറി 1 പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റേ ബാക്ക് കിട്ടുന്നത് ബാച്ചിലേഴ്സുകാർക്ക് 2 കൊല്ലമാണ്. കാറ്റഗറി 2 പഠിക്കുന്നതെങ്കിൽ 3 കൊല്ലവും കാറ്റഗറി 3 4 കൊല്ലവുമാണ് സ്റ്റേ ബാക്ക് കിട്ടുന്നത്. ഇനി മാസ്റ്റേഴ്സ് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മാത്രം, ഇന്ത്യൻ സിറ്റിസൻസിന് മിനിമം 3 ഇയേഴ്സാണ്. അതായത് കാറ്റഗറി 1 3 ഇയേഴ്സും കാറ്റഗറി 2 4 ഇയേഴ്സും കാറ്റഗറി 3 5 ഇയേഴ്സും 3 4 5 ഇയേഴ്സാണ് സ്റ്റേ ബാക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറെ കുറച്ച് കണ്ടീഷൻസും കൂടെ ഉണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ 485 സ്റ്റേ ബാക്ക് വിസയെ പറ്റി ഒരു വീഡിയോ റീസെൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്രൈറ്റീരിയാസ് മനസ്സിലാവും. അതായത് നിങ്ങൾ പഠനത്തോടൊപ്പം അവിടെ ജീവിക്കുകയും വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ഇനീഷ്യൽ സ്റ്റേ ബാക്ക് പീരീഡിൽ, അതായത് മിനിമം 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് പീരീഡിൽ നിങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യും വർക്ക് ചെയ്യും ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് അഡീഷണലായിട്ട് പോസ്റ്റ് സ്റ്റേ ബാക്ക് വിസ എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ ഈ കാറ്റഗറി 2 3 ആ ഒരു എക്സ്ട്രാ സ്റ്റേ ബാക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു പോകുന്നതിന് കാരണം എല്ലാ ക്യാമ്പസുകളുടെയും കാറ്റഗറി 1 ആണോ 2 ആണോ 3 ആണെന്ന് മാത്രമേ ഞങ്ങൾ പറയുള്ളൂ. അതിൻ്റെ കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ടേബിൾ സ്ക്രീനിൽ കാണിക്കാം. കാറ്റഗറി 1 ആൻഡ് കാറ്റഗറി 2 ആൻഡ് കാറ്റഗറി 3 ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സിന് കിട്ടുന്ന സ്റ്റേ ബാക്ക്. ഓക്കെ, പറഞ്ഞു വന്നത് യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി പോപ്പുലർ പ്രോഗ്രാംസ് ഏതൊക്കെയാണ്? ആർട്സ്, ആർക്കിടെക്ചർ, ലോ, എൻജിനീയറിംഗ്, IT, ഹെൽത്ത് സെക്ടർ, ഇതൊക്കെ ഫേമസ് ആണ്. ക്യാമ്പർഡൗൺ ആണ് ഇതിൻ്റെ മെയിൻ ക്യാമ്പസ് എങ്കിലും വെസ്റ്റ്മെഡ് എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ തന്നെയുണ്ട്. യൂസൈഡിൻ്റെ മെയിൻ ക്യാമ്പസ് ഈ ഹോസ്പിറ്റലിനകത്ത് തന്നെ പല വിദ്യാർത്ഥികളും വന്ന് പഠിക്കുന്നുണ്ട് ഹെൽത്ത് സെക്ടറിന്. അപ്പോൾ വെസ്റ്റ്മെഡ്, ക്യാമ്പർഡൗൺ, അതുപോലെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് ക്യാംഡൻ, കൊബിറ്റി എന്ന് പറഞ്ഞ ഏരിയയിലും അവരുടെ റിസർച്ച് യൂണിറ്റ് ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയ യൂണിവേഴ്സിറ്റിയാണ് യൂസിഡ്. റാങ്കിങ് വൈസും എപ്പോഴും ടോപ്പ് 20 വേൾഡ്സ് ബെസ്റ്റ് ടോപ്പ് 20 യൂണിവേഴ്സിറ്റീസിൽ വരുമ്പോൾ യൂസിഡ് എപ്പോഴും വരാറുള്ളതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട്. നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസ് UNSW സിഡ്നിയിൽ തന്നെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്.
പ്രോപ്പർ ലൊക്കേഷൻ കെൻസിങ്ടൺ, കാറ്റഗറി 1 ഏരിയയാണ്. അടുത്ത യൂണിവേഴ്സിറ്റി യു ടി എസും സിറ്റി സെൻറ്ററിൽ തന്നെയാണ്. അതായത് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് നടക്കത്തക്ക ദൂരത്തിലാണ് UTS, യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി സിഡ്നി. ഇത് ടെക്നോളജി റിലേറ്റഡ് കോഴ്സുകൾക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ ലോയും എല്ലാ പ്രോഗ്രാംസും UTSൽ അവൈലബിൾ ആണ്. ന്യൂ സൗത്ത് വെയിൽസിൻ്റെ കാറ്റഗറി 1 ലൊക്കേഷൻ ആയിട്ടുള്ള സിഡ്നി സിറ്റിയുടെ ഹൃദയത്തിൽ തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റിയും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി, UNSW, UTS ഇതെല്ലാം സിറ്റിയുടെ ഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന 3 യൂണിവേഴ്സിറ്റികളാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചവുമാണ്. അടുത്ത യൂണിവേഴ്സിറ്റി മക്വറി യൂണിവേഴ്സിറ്റി. മക്വറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മക്യൂറി പാർക്കിലാണ്. മക്വറി പാർക്ക്, മക്വറി യൂണിവേഴ്സിറ്റി, ഇത് ഒരു ട്രെയിൻ സ്റ്റേഷനുണ്ട്. അതിൻ്റെ വാതിൽ കൂടെ തന്നെ പോകുന്ന സിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു മനോഹരമായ ക്യാമ്പസും ഹൊലാവേൾഡിന് ഒത്തിരിയധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് മക്വറി യൂണിവേഴ്സിറ്റി. മക്വറി മലയാളി അസോസിയേഷൻ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതുപോലെ UNSW മലയാളി അസോസിയേഷൻ ഉണ്ട്, ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. എല്ലാ വർഷവും ഓണത്തിന് നമ്മൾ ഒന്നിച്ച് സഹകരിച്ച് വർക്ക് ചെയ്യാറുള്ള യൂണിവേഴ്സിറ്റിയാണ് അവിടുത്തെ വിദ്യാർത്ഥികളും. അപ്പം ഹൊലാവേൾഡ് ഹാസ് എ സ്ട്രോങ് നെറ്റ്വർക്ക് ഇൻ ദീസ് 2 യൂണിവേഴ്സിറ്റീസ്. യൂണിവേഴ്സിറ്റി ഓഫ് വൊലങ്ങോങ് അടുത്തതായിട്ട്. വൊലങ്ങോങ്ങിന് മൾട്ടിപ്പിൾ ക്യാമ്പസുകളുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞ 4 യൂണിവേഴ്സിറ്റീസും ഇതാണ് ഓസ്ട്രേലിയയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ വരുന്നതും. ടോപ്പ് 10ൽ വരുന്ന യൂണിവേഴ്സിറ്റീസാണ് USyd, UNSW, UTS ആൻഡ് മക്യൂറി. അപ്പോൾ ഇതിൽ ഇനി അങ്ങോട്ട് നമ്മൾ റാങ്കിങ് അനുസരിച്ചും കൂടിയാണ് നമ്മളിത് മാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് വൊലങ്ങോങ് ആണ്. വൊലങ്ങോങ്ങിന് മൾട്ടിപ്പിൾ ക്യാമ്പസുകളുണ്ട്. വൊലങ്ങോങ് എന്ന് പറയുന്നത് തന്നെ ഒരു കോസ്റ്റൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, ഏറ്റവും ബെസ്റ്റ്. ഈ പറഞ്ഞ ക്യാമ്പസുകളെക്കാളും ഒക്കെ അതിൻ്റെ ലൊക്കാലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശാന്തത, റിലേറ്റീവ്ലി കോസ്റ്റ് ഓഫ് ലിവിങ് കുറവാണ്. നമ്മുടെ ജുറാസിക് പാർക്കിൻ്റെ ലൊക്കേഷൻ പോലെ എന്നൊക്കെ എനിക്കാണ് പറയാൻ തോന്നുന്നത്. കാരണം ഒരു മലയും കടലും ഒക്കെ ചേരുന്നിടത്താണ്, കോസ്റ്റൽ ഏരിയ ആണ്. സിഡ്നി സിറ്റിയിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൊലങ്ങോങ്ങിലേക്ക് എത്തും. വൊലങ്ങോങ്ങിൽ ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. വൊലങ്ങോങ് ആണ് അവരുടെ മെയിൻ ക്യാമ്പസ്. ഇത് കൂടാണ്ട് 4 സബ് ക്യാമ്പസസ് ഉണ്ട്. സബ് ക്യാമ്പസസ് സിറ്റുവേറ്റ് ചെയ്യുന്നതും കാറ്റഗറി 3 റീജിയണൽ ഏരിയയിലാണ്. നൗറ, മോസ്വെയിൽ, ബേഗ, ഇങ്ങനത്തെ ഈ പറഞ്ഞ 4 കാറ്റഗറി 3 സബ് ക്യാമ്പസുകളിൽ ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ അധികം പ്രോഗ്രാംസ് ഒന്നും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഓഫർ ചെയ്യുന്നില്ല. സോ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് വൊലങ്ങോങ്ങിലെ മെയിൻ ക്യാമ്പസിലേക്ക് തന്നെയാണ്. അതെ, അതുപോലെ സിഡ്നിയിലും ഇതിനൊരു ക്യാമ്പസ് ഉണ്ട്. ചില കുട്ടികൾ യൂണിവേഴ്സിറ്റി ഓഫ് വൊലങ്ങോങ്ങിൻ്റെ സിഡ്നി ക്യാമ്പസിൽ പഠിക്കാറുണ്ട്. അതൊരു കുഞ്ഞു ക്യാമ്പസാണ്. അപ്പം ഈ സാറ്റലൈറ്റ് ക്യാമ്പസ് എന്ന് ഞാൻ പറയുന്നത് ഈ സ്റ്റഡി സെൻറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോളേജ് പോലെയാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഒന്നും കാണത്തില്ല, സബ് ക്യാമ്പസാണ്. പക്ഷേ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റീസിൻ്റെ എക്സ്പെർട്ടൈസ് തീർച്ചയായിട്ടും ലഭിക്കുക. അതുപോലെ സപ്പോർട്ട് എല്ലാം മെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടും. കരിക്കുലം അതുപോലെ തന്നെയാണ്. അപ്പോൾ അതെല്ലാം അപ്ഡേറ്റഡ് ആണ്. ഒരു പക്ഷേ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്. ഈവൻ തോ ചിലപ്പോൾ ലാബും ഫെസിലിറ്റീസും ഒക്കെ നമ്മുടെ മെയിൻ ക്യാമ്പസിലുള്ള പോലെ, അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പസിൻ്റെ ലഷ് ഗ്രീൻ ഫോറസ്റ്റ് അല്ലെ ആ ഒരു അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി സിറ്റിയുടെ എല്ലാവിധ ആനുകൂല്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കേണ്ട യൂണിവേഴ്സിറ്റി ഓഫ് വൊലങ്ങോങ്ങിൻ്റെ സിഡ്നി ക്യാമ്പസിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളത് കാറ്റഗറി 1 ലൊക്കേഷനായിട്ടാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് മനസ്സിലാക്കി വേണം തീരുമാനമെടുക്കാൻ എവിടെയാണ് പഠിക്കുന്നത്. കൂടുതലും ഈ ഡബിൾ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ഒക്കെയാണ് ഈ സിഡ്നി സിറ്റി ക്യാമ്പസിൽ അത് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ചില കേസുകൾ കാണാറുണ്ട്, കുട്ടികൾക്ക് വൊലങ്ങോങ്ങിൽ ഫസ്റ്റ് ഇയർ പഠിക്കാം, സെക്കൻഡ് ഇയറിൽ സിഡ്നിയിൽ വന്നിട്ട് പോയതിനെ പഠിക്കാം. പക്ഷെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സ്റ്റേ ബാക്ക് അത്രയും കിട്ടത്തില്ല. അപ്പോൾ അതെന്താ കാരണം എന്ന് അറിയാനായിട്ട് നമ്മുടെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ ഡീറ്റെയിലിട്ട് കണ്ടാൽ മതി. 485ൻ്റെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ കാസിൽ. ഇത് സിഡ്നിയിൽ നിന്ന് മേളിലേക്ക് ഒരു 1.5 മണിക്കൂർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂ കാസിലെത്തും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഒരുപാട് മലയാളികൾ താമസിക്കുന്ന സ്ഥലമാണ് ന്യൂ കാസിൽ. അയർലൻഡിൽ നിന്നുള്ള നഴ്സുമാർ NSWയിലേക്ക് ചേക്കേറുമ്പോൾ ഏറ്റവും കൂടുതൽ ചേക്കേറുന്ന സ്ഥലമാണ് ന്യൂ കാസിൽ. അവിടെ ഇഷ്ടംപോലെ മലയാളി സുഹൃത്തുക്കൾ നമുക്ക് തന്നെയുണ്ട്. ന്യൂ കാസിലെ ഹംസം ഓണത്തിനും അതുപോലെ ഹൊലാവേൾഡ് സ്ഥിരമായി സ്പോൺസർ ചെയ്യാറുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയുള്ള മലയാളി അസോസിയേഷൻ അവിടെ സ്ഥിതി ചെയ്യുന്നു. ആൻഡ് ന്യൂ കാസിലും നമ്മുടെ കുട്ടികൾ ഇഷ്ടംപോലെ പഠിക്കുന്നുണ്ട്. ന്യൂ കാസിലിന് ഏതൊക്കെ ക്യാമ്പസുകളാണുള്ളത്? കാലിഗൻ ക്യാമ്പസ് ഉണ്ട്, ന്യൂ കാസിൽ തന്നെ ക്യാമ്പസ്. ഇത് രണ്ടുമാണ് അവരുടെ മെയിൻ ക്യാമ്പസ്. പിന്നെ സെൻട്രൽ കോസ്റ്റും പോർട്ട് മക്വറിയിലും ഒരു ക്യാമ്പസ് ഉണ്ട്. ഇതിൽ ഏതൊക്കെ കാറ്റഗറികളിലാണ് ഇത് പോകുന്നത്? കാലിഗൻ കാറ്റഗറി 2, ന്യൂ കാസിൽ കാറ്റഗറി 2, സെൻട്രൽ കോസ്റ്റ് കാറ്റഗറി 2, പോർട്ട് മക്വറി കാറ്റഗറി 3. കറക്റ്റ്. അപ്പോൾ പോർട്ട് മക്വറിയും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഈ പറഞ്ഞ ക്യാമ്പസുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോസ്റ്റൽ ഏരിയസിലാണ്. അതെ, ഇതെല്ലാം കോസ്റ്റൽ ഏരിയ. വൊലങ്ങോങ്ങും ന്യൂ കാസിലും മുഴുവൻ കോസ്റ്റൽ ഏരിയസിലാണ്. ആൻഡ് സിഡ്നി ഈസ് ഓൾസോ എ കോസ്റ്റൽ ഏരിയ, യു മൈ നോ. അവിടെയുള്ള ക്യാമ്പസുകളും ബ്യൂട്ടിഫുൾ തന്നെയാണ്. അപ്പോൾ ന്യൂ കാസിലും സിഡ്നിയിലൊരു സബ് ക്യാമ്പസ് ഉണ്ട്, സാറ്റലൈറ്റ് ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീണ്ടും ക്യാമ്പസ് ഏതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓഫർ ലെറ്ററിൽ ഏത് ക്യാമ്പസ് ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ലാട്രോബ് യൂണിവേഴ്സിറ്റി. അതിന് ഇതുപോലെ ലാട്രോബ് യൂണിവേഴ്സിറ്റി ബണ്ടൂര, ബെൻഡിഗോ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലാണ് കൂടുതൽ. വിക്ടോറിയൽ യൂണിവേഴ്സിറ്റി മെൽബണിലാണ് മെയിൻ ക്യാമ്പസ് വരുന്നത്.
സിഡ്നിയിൽ അവർക്കൊരു സാറ്റലൈറ്റ് ക്യാമ്പസ് ഉണ്ട്, ചെറിയൊരു ക്യാമ്പസ് ആണ് അല്ലേ? അതെ, ലാട്രോബ് യൂണിവേഴ്സിറ്റിയുടെ സിഡ്നി ക്യാമ്പസിലും നമുക്ക് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതും ഒരു ചെറിയ ക്യാമ്പസാണ്, ഒരു കോളേജ് മാതിരിയുള്ള സെറ്റപ്പാണ്. പക്ഷേ സിഡ്നിയിൽ പഠിക്കണം, ലാട്രോബ് യൂണിവേഴ്സിറ്റിയുടെ അതേ കരിക്കുലത്തിൽ പഠിക്കണമെങ്കിൽ ദർ ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ദെയർ ഫോർ യു ഗൈസ്. അപ്പോൾ ലാട്രോബിൻ്റെ ബണ്ടൂര ക്യാമ്പസിൽ നിന്ന് ചിലപ്പോൾ സിഡ്നി ക്യാമ്പസിലേക്ക് മാറി പഠിക്കേണ്ടവർക്ക് അങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. സിഡ്നി ആയതുകൊണ്ട് അതൊരു കാറ്റഗറി 1 ഏരിയ ആയിരിക്കും. നെക്സ്റ്റ് വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി. വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി സിഡ്നിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇവർക്ക് കുറച്ചധികം ക്യാമ്പസുകളുണ്ട്. എല്ലാം വലിയ ക്യാമ്പസസ് ആണ്. സബ് ക്യാമ്പസുകളാണെന്ന് പറഞ്ഞാൽ സബ് ക്യാമ്പസ് ആയിട്ട് നമുക്ക് തോന്നത്തില്ല, മെയിൻ ക്യാമ്പസ് ആണെന്ന് തന്നെ തോന്നും. എല്ലാം വലിയ ക്യാമ്പസാണ്. ഏറ്റവും വലിയ ക്യാമ്പസ് പാരാമെറ്റ സൗത്തിലാണ്, റൈഡൽ മെയർ എന്ന് പറയും. അപ്പോൾ ഈ ക്യാമ്പസിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പേരൻറ് ക്യാമ്പസ്, ഏറ്റവും ആദ്യം ഉത്ഭവിച്ച ക്യാമ്പസ് പെൻട്രത്തിലെ ക്യാമ്പസാണ്, ഫസ്റ്റ് ക്യാമ്പസ് ഓഫ് വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി. പാരാമെറ്റ സിറ്റിയിലും ഒരു നല്ല സമുച്ചയമുണ്ട്, ഒരു കെട്ടിടം സമുച്ചയമുണ്ട്. അതിനോട് തൊട്ട് കയറാണ് ഹോല വേൾഡിൻ്റെ ഓഫീസ്, പാരാമെറ്റ സ്ക്വയറിൽ. അപ്പോൾ ഈ 3 ക്യാമ്പസുകളാണ് ഏറ്റവും വലുതെങ്കിലും ബാങ്ക്സ്റ്റൗൺ ഒട്ടും പിന്നിലില്ല. വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റിയുടെ ബാങ്ക്സ്റ്റൗൺ ക്യാമ്പസും വലുതാണ്, നമ്മൾ പോയി കണ്ടിട്ടുണ്ട് അല്ലേ? ലിവർപൂളിലും ഉണ്ട്. അതെ, ഈ ബാങ്ക്സ്റ്റൗൺ ക്യാമ്പസിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ലീഡേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് നമ്മൾ അഗ്രി ബിസിനസ് പ്രോഗ്രാംസ് പ്രൊമോട്ട് ചെയ്യാറുണ്ട് അവിടുത്തേത്. അതും ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ബാങ്ക്സ്റ്റൺ ക്യാമ്പസ് ഏറ്റവും റീസെന്റ് ആയിട്ട് ഓപ്പൺ ആക്കിയ ക്യാമ്പസ് അല്ലേ, വെസ്റ്റേൺ സിഡ്നി. ഇറ്റ് ഈസ് എ വെരി ബിഗ് ക്യാമ്പസ് ആസ് വെൽ. പിന്നെ ലിവർപൂൾ സിറ്റി ക്യാമ്പസ് ഉണ്ട്. ലിവർപൂൾ സിറ്റിയിലെ സ്ക്വയറിൽ നമുക്ക് അവിടുത്തെ സെലിബ്രേഷൻസ് ഒക്കെ കാണുമ്പോൾ, ഞങ്ങൾ ഏതോ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെസ്റ്റേൺ സിഡ്നിയുടെ ക്യാമ്പസ് അവിടെ കാണാം. അപ്പോൾ പാരാമെറ്റയുടെ സിറ്റി ക്യാമ്പസ് പോലെ തന്നെ ലിവർപൂളിൻ്റെയും സിറ്റി ക്യാമ്പസ് ഉണ്ട്. ഇനി അവർക്കൊരു റീജിയണൽ ഏരിയ ക്യാമ്പസ് ഉണ്ട്, വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റിയുടെ ഹോക്സ്ബറി ക്യാമ്പസാണ്. അത് ഇച്ചിരി റിമോട്ടായിട്ടുള്ളൊരു സ്ഥലമാണ്, റിച്ച്മണ്ട് എന്നും വേണേൽ പറയാം ആ സ്ഥലത്തിന്. പിന്നെ ക്യാമ്പൽ ടൗണിൽ ക്യാമ്പസ് ഉണ്ട്. ഞങ്ങളിപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. നമ്മൾ സിഡ്നിയിൽ വന്നതിന് ശേഷം നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അടുത്ത് വെസ്റ്റേൺ സിഡ്നിയുടെ ക്യാമ്പസുകളാണ് പോകുന്നത്. ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന പാരാമെറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് ലിവർപൂളിൽ നമ്മൾ താമസിച്ചിരുന്നു. ഇപ്പോൾ ലിവർപൂൾ, പാരാമെറ്റ ആൻഡ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം നമ്മൾ കൊമ്പിപ്പി എന്ന് പറയുന്ന സ്ഥലം ക്യാമ്പൽ ടൗൺ. അപ്പോൾ ഈ ക്യാമ്പൽ ടൗണിലും ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് തന്നെ നമുക്ക് നല്ല നെറ്റ്വർക്ക്സ് ഉണ്ട്. പിന്നെ വെസ്റ്റ്മെഡിലെ ക്യാമ്പസ് ഒബിയസ്ലി അവിടെയും ഒരു ക്യാമ്പസ് ഉണ്ട്. ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാംസിന് നമ്മുടെ വെസ്റ്റ്മെഡ് ഹോസ്പിറ്റൽ കൂടി വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടോപ്പ് ക്യാമ്പസുകൾ. 8 ക്യാമ്പസ് ഉണ്ട് വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി. ഏറ്റവും കൂടുതൽ ക്യാമ്പസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റികളിലൊന്നും കൂടിയാണ് വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറാണ്. ഒരുപാട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന്, എസ്പെഷ്യലി ഒരു മീഡിയം ലെയർ ഓഫ് ലൈക്ക് അതായത് മിഡിൽ ക്ലാസ്. അതെ, സിഡ്നിയിലുള്ള മറ്റ് യൂണിവേഴ്സിറ്റീസ് എല്ലാം ഹൈ റാങ്കിങ് വരുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കി കഴിയുമ്പം റാങ്കിങ്ങിൽ അധികം കോംപ്രമൈസ് ചെയ്യാണ്ട് അത്യാവശ്യം ഒരു മിഡ് റേഞ്ചിൽ നിൽക്കുന്ന ഫീസൊക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി. അടുത്തത് നമുക്ക് സെൻട്രൽ ക്വീൻസ്ലൻഡ് യൂണിവേഴ്സിറ്റി. ഇത് ബ്രിസ്ബെയിനിൽ ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിൻ്റെ ഒരു സാറ്റലൈറ്റ് ക്യാമ്പസ് സിഡ്നിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാറ്റഗറി 1 ലൊക്കേഷനാണ്. ഹോക്സ്ബറി ഒഴികെ വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ക്യാമ്പസുകളും കാറ്റഗറി 1 ലൊക്കേഷനാണ്, പറയാൻ മറന്നുപോയി. അടുത്തത് സദേൺ ക്രോസ് യൂണിവേഴ്സിറ്റി. ഇപ്പോൾ സദേൺ ക്രോസ് യൂണിവേഴ്സിറ്റിക്ക് ലിസ്മോർ, അത് കാറ്റഗറി 2 ആണ്. കോഫ്സ് ഹാർബർ കാറ്റഗറി 3 ആണ്. ട്വീഡ് ഹെഡ്സ് കാറ്റഗറി 3 ആണ്. സിഡ്നി ക്യാമ്പസ് ഉണ്ട്, കാറ്റഗറി 1 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് സദേൺ ക്രോസ് യൂണിവേഴ്സിറ്റിയുടെ മേജർ ക്യാമ്പസുകൾ. അടുത്തത് ഓസ്ട്രേലിയൻ കാത്തലിക് യൂണിവേഴ്സിറ്റി ACUവിൻ്റെ സിഡ്നിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. സ്ട്രാത്ത്ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മെയിൻ ക്യാമ്പസ് ഉണ്ട്. അതുപോലെ നോർത്ത് സിഡ്നിയിലും ക്യാമ്പസ് ഉണ്ട്, ബ്ലാക്ക് ടൗണിലും ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ക്യാമ്പസുകളുണ്ട്. അപ്പോൾ ഇവിടെ 3ഇടത്തും നല്ല നമ്പർ ഓഫ് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ്, ഹോല വേൾഡിൻ്റെ സ്റ്റുഡൻസ് ഈ 3 ക്യാമ്പസുകളും പഠിക്കുന്നുണ്ട്. സ്ട്രാത്ത്ഫീൽഡ് ക്യാമ്പസ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ടൗൺ ക്യാമ്പസ് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ്. അതൊരു കുഞ്ഞു ക്യാമ്പസായിട്ടാണ് തോന്നി, ഞാൻ അകത്ത് കയറി കണ്ടിട്ടില്ല. നോർത്ത് സിഡ്നിയിലെ ക്യാമ്പസും കണ്ടിട്ടുണ്ട്, അതും സിറ്റിയോട് ചേർന്നാണ്. നോർത്ത് സിഡ്നി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒപ്പേറ ഹൗസ് ഒക്കെ കാണാവുന്ന ഡിസ്റ്റൻസിലുള്ള സ്ഥലങ്ങളാണ്, ലൂണ പാർക്ക് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അത് സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഓസ്ട്രേലിയൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെ നോർത്ത് സിഡ്നി ക്യാമ്പസ്. അതിന് തൊട്ടടുത്താണ് മേരി മെക്കുലോപ്പ് എന്ന് പറയുന്ന കാത്തലിക് വിശുദ്ധയുടെ കബറിടം ഒക്കെ ഉള്ള ആദ്യത്തെ വിശുദ്ധയാണ്. അതെ, നമ്മുടെ നാട്ടിൽ അൽഫോൻസാമ എന്ന് പറയുന്ന പോലെ മേരി മെക്കുലോപ്പാണ് ഓസ്ട്രേലിയയുടെ ഓൺ പുണ്യവതി. അപ്പോൾ അത് നോർത്ത് സിഡ്നിയിലെ ഓസ്ട്രേലിയൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ കാത്തലിക്സിന് അതിൻ്റെ ഒരു പ്രസക്തി കുറച്ച് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അവിടെ എനിക്ക് തോന്നുന്നു മോറൽ സയൻസിന് പകരമായിട്ട്, അല്ലെങ്കിൽ മോറൽ സയൻസ് റിലീജിയസ് ആയിട്ടൊരു സബ്ജക്റ്റ് എക്സ്ട്രാ പഠിക്കേണ്ടി വരും. അതപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. നോൺ കാത്തലിക്സിന് വേറെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു മാൻഡേറ്ററി ആയിട്ട് ഇങ്ങനൊരു ഓപ്ഷൻ കാത്തലിക്സിന് പറയാറുണ്ട് ഓസ്ട്രേലിയൻ കാത്തലിക് യൂണിവേഴ്സിറ്റി.
ആൻഡ് സിഡ്നി ദാറ്റ്സ് എ കാറ്റഗറി 1 ലൊക്കേഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റേ ബാക്കുകളുടെ കാര്യത്തിൽ ഏറ്റവും മിനിമം ആണ് ലഭിക്കുന്നത്. ഇനി ചാൾസ് സ്റ്റുവർട്ട് യൂണിവേഴ്സിറ്റി അതിനെപ്പറ്റി സംസാരിക്കാം. ചാൾസ് സ്റ്റുവർട്ട് യൂണിവേഴ്സിറ്റി ഒരു റീജിയണൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇവർക്ക് മെയിൻ ക്യാമ്പസ് വരുന്നത് വാഗ വാഗ എന്ന് പറഞ്ഞൊരു റീജിയണൽ ഏരിയയിലാണ്. അതൊരു കാറ്റഗറി 3 റീജിയണൽ ഏരിയ ആണ്. ചാൾസ് സ്റ്റുവർട്ട് യൂണിവേഴ്സിറ്റി NSWൻ്റെ റീജിയണൽ ഏരിയാസിനെ ഒരു ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു യൂണിവേഴ്സിറ്റിയാണെന്ന് പറയാം. കാരണം അതിൻ്റെ ക്യാമ്പസുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന കാറ്റഗറി 3 റീജിയണൽ ഏരിയാസ് ഓഫ് ന്യൂ സൗത്ത് വെയിൽസ്. മേജർ ക്യാമ്പസുകളാണ് ബാത്ത്ഹസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ബ്ലൂ മൗണ്ടൻസിന് അടുത്തായിട്ട്, ബ്ലൂ മൗണ്ടൻസിൻ്റെ ആ കട്ടുമ്പയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴുള്ള സ്ഥലമാണ് ബാത്ത്ഹസ്റ്റ്. അതിന് തൊട്ടടുത്ത് അല്ലേ? അതെ. പിന്നെ ആൽബറി, അത് വിക്ടോറിയ സ്റ്റേറ്റിൻ്റെ ബോർഡറാണ് ആൽബറി. പിന്നെ വാഗ അതും നല്ലപോലെ ഡിസ്റ്റൻസിലുള്ള ഒരു കാറ്റഗറി 3 ലൊക്കേഷനാണ്. ഓറഞ്ച് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ആ ക്യാമ്പസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നേരം പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് ടു മെനി വീഡിയോസ്. അപ്പം കഴിഞ്ഞ വർഷത്താണ് ചെയ്തത്. അതെ. പിന്നെ പോർട്ട് മക്വറി, നമ്മൾ നേരത്തെയും പറഞ്ഞു, പോർട്ട് മക്വറിയിൽ വേറൊരു യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ഇപ്പോൾ മെൻഷൻ ചെയ്തേ ഉള്ളൂ. ദാറ്റ്സ് ഓൾസോ ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടെയാണ് ഒരു ഫേമസ് ഡെസേർട്ട് പോലെ കോസ്റ്റൽ സൈഡിൽ സാൻഡ് ഡ്യൂൺസ് ഒക്കെ ഉള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ചാൾസ് സ്റ്റുവർട്ട് യൂണിവേഴ്സിറ്റിക്ക് ഈ പറഞ്ഞ കാറ്റഗറി 3 ഏരിയാസിലെല്ലാം ക്യാമ്പസ് ഉണ്ടെങ്കിലും ഇത് സിഡ്നി സിറ്റിയിലും ഒരു ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ ബാക്കി ഇപ്പം നമ്മൾ പറഞ്ഞ ക്യാമ്പസസ് എല്ലാം തന്നെയും കാറ്റഗറി 3 ആണ്. സിഡ്നി കാറ്റഗറി 1 ആണ്. സ്റ്റേ ബാക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്ഥലമാണ് കാറ്റഗറി 3 എന്നറിയാലോ. ആൻഡ് ഈ ഏരിയാസിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ, ചാൾസ് സ്റ്റുവർട്ട് യൂണിവേഴ്സിറ്റി നേരത്തെ ഒരു ലെവൽ കുറഞ്ഞ യൂണിവേഴ്സിറ്റി ആയിരുന്നുകൊണ്ട് വിസയ്ക്കൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആകെ മാറിയിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് വിസ റിജക്ഷൻ കിട്ടാനുള്ള ചാൻസും ഇല്ല. നല്ല രീതിയിൽ ആപ്ലിക്കേഷൻസ് മുന്നോട്ട് പോകുന്നുണ്ട്. സോ ഞങ്ങൾ ഒത്തിരി ആപ്ലിക്കേഷൻസ് ചാൾസ് സ്റ്റുവർട്ടിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന് കാരണം റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്പർ ഓഫ് സീറ്റിംഗ് കപ്പാസിറ്റി വളരെ കൂടുതൽ. അപ്പം നിങ്ങൾക്ക് ഒത്തിരി സീറ്റ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് കുറച്ച് സ്ട്രിക്ട്നെസ് കുറവായിരിക്കും വെൻ കമ്പയർഡ് ടു മെട്രോപൊളിറ്റൻ സിറ്റീസ് ലൈക്ക് സിഡ്നിയിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഈസിയർ ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത യൂണിവേഴ്സിറ്റി നോക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ ഇംഗ്ലണ്ട്. ഇത് മെയിൻ ക്യാമ്പസ് വരുന്നത് ആർമിഡെയിൽ എന്ന് പറഞ്ഞൊരു കാറ്റഗറി 3 റീജിയണൽ ഏരിയയിലാണ്. അവിടെ ഒരു കൃഷി ഭൂമിയാണ്. ശരിക്കും ഭയങ്കര മനോഹരമായ കൃഷി സ്ഥലമാണ്. വില്ലേജിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആർമിഡെയിൽ ഒരു ഹിസ്റ്റോറിക് വില്ലേജ് ആണ്. നമ്മൾ ന്യൂകാസിൽ സൈഡാണ്. ന്യൂകാസിലിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് പോകണം. ന്യൂകാസിൽ കോസ്റ്റൽ ഏരിയ ആയിരുന്നെങ്കിൽ ഇത് ഉള്ളിലേക്ക് നമ്മൾ പോകണം. എനിക്കൊന്ന് ഇവിടുന്ന് കുറേ കൂടെ പോയി കഴിഞ്ഞാലാണ് മൈനിങ് ഒരു ആയിരുന്ന ഏരിയ മറ്റൽബ്രോക്ക് നമ്മൾ നോക്കിയത് ഒരു സ്ഥലം ഉണ്ടാവും. അപ്പോൾ ഈ ആർമിഡെയിൽ ആക്ച്വലി ന്യൂകാസിലിൽ നിന്ന് മേളിലേക്കും എന്നാൽ അകത്തേക്കും കൂടെ സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ്. അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർ ഫോൾസ് ഉള്ള ഒരു റോഡിൽ കൂടെയാണ് നമ്മൾ പോയ. ആർമിഡെയിൽ ഒരു വാട്ടർഫോൾ സീനിക് ഡ്രൈവ് ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ബ്യൂട്ടിഫുൾ ആണ്, പക്ഷേ റിമോട്ടാണ്. ആർമിഡെയിൽ ഈസ് കൺസിഡർഡ് ആസ് എ കാറ്റഗറി 3 റീജിയണൽ ഏരിയ. കുറച്ച് പട്ടിക്കാടെന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, പക്ഷേ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ അവിടെ മേജറായിട്ടുള്ള സംഭവം ഈ യൂണിവേഴ്സിറ്റി തന്നെ ആയിരിക്കും. പിന്നെ കൃഷി സ്ഥലങ്ങളാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കോഴ്സുകളും ഒക്കെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. നഴ്സിംഗ് ഇവിടെ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. ആർക്കെങ്കിലും ആപ്ലിക്കേഷൻസ് ഇടണമെങ്കിൽ ഹോല വേൾഡ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇത് കൂടാതെ ഇവർക്ക് സിഡ്നിയിലും പാരമറ്റയിലും ക്യാമ്പസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ ഇംഗ്ലണ്ട് നമ്മൾ ഹോല വേൾഡുമായിട്ട് സജീവമായി ചർച്ച നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ ഇംഗ്ലണ്ട്. അത് പറഞ്ഞപ്പോഴേ ഈ കാറ്റഗറി 3, 2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു കുട്ടി ഒന്ന് കമൻറ്റ് ചെയ്യുമായിരുന്നു. കുട്ടിയുടെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരുമില്ല, കുറേ പ്രായമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ കാറ്റഗറി 3. അത് ക്യാൻബറനെ കുറിച്ച് പറഞ്ഞപ്പോഴായിരുന്നു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം സത്യത്തിൽ എന്താണ് ഈ റീജിയണൽ ഏരിയയിൽ വന്നു കഴിയുമ്പോൾ അതുപോലെ ബോറാണോ ലൈഫ് എന്നൊക്കെ നമുക്കൊരു സംശയം തോന്നിയേക്കാം. അല്ല, തീർച്ചയായും ആൾക്കാർ മാത്രമല്ല അവിടെ ഉള്ളത്. സ്റ്റുഡൻസ് ഉണ്ട്. അത് നാച്ചുറലി ബ്യൂട്ടിഫുൾ ആണ് ഈ കാറ്റഗറി 2ഉം 3ഉം സ്ഥലങ്ങൾ. കാറ്റഗറി 1 ഒബ്വിയസ്ലി കുറച്ചുകൂടെ ഹാപ്പനിങ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അതെ. അപ്പോൾ പാർട്ട് ടൈം ജോബ് കിട്ടാനും കുറച്ചുകൂടെ എളുപ്പം കാറ്റഗറി 1 ആണ് കമ്പയർഡ് ടു കാറ്റഗറി 2 ആൻഡ് 3. അടുത്ത യൂണിവേഴ്സിറ്റി അവോണ്ടേൽ യൂണിവേഴ്സിറ്റിയാണ്. അവൻഡേൽ യൂണിവേഴ്സിറ്റിക്ക് ഹോൺസ്ബി, ലേക്ക് മക്വറി ആൻഡ് വഹറൂങ്ക അത് സിഡ്നി സിറ്റി തന്നെയുള്ള ഒരു ക്യാമ്പസാണ്. ഇങ്ങനെ 3 ക്യാമ്പസാണുള്ളത്. ഹോൺസ്ബി ആൻഡ് വഹറൂങ്ക എന്ന് പറയുന്ന രണ്ടും കാറ്റഗറി 1 ലൊക്കേഷനാണ്. ലേക്ക് മക്വറി കാറ്റഗറി 2. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസമുണ്ട്. ഇത് ഒരു ചെറിയ നമ്പർ ഓഫ് സീറ്റ്സ് മാത്രമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഡയറക്റ്റ് ആപ്ലിക്കേഷൻസ് കൊടുക്കാനും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. കുറച്ച് പാടാണ് അവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അവൻഡേൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. ഞങ്ങൾ ഓസ്ട്രേലിയ 43 യൂണിവേഴ്സിറ്റീസും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ശരിക്കും ഒരു അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് കിട്ടുകയും ചെയ്യും. വി ആർ സ്റ്റാൻഡിങ് ഫോർ സ്റ്റുഡൻസ്, നോട്ട് ഫോർ യൂണിവേഴ്സിറ്റീസ്, because we work for students trust us and we live on that. ആൻഡ് അടുത്തത് യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ നമുക്ക് ടൈപ്പുള്ള യൂണിവേഴ്സിറ്റിയാണ്. മെയിൻ ക്യാമ്പസ് കാൻബറയിലാണെങ്കിലും സബ് ക്യാമ്പസ് നമ്മുടെ സ്വന്തം സിഡ്നിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ആ സ്ഥലം?
കാസിൽ ഹില്ലിൽ അവിടെയും നമുക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കാൻ. സിഡ്നി ഹിൽസ് എന്നാണ് ഇവർ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. പ്രോപ്പർ ലൊക്കേഷൻ കാസിൽ ഹില്ലാണ്. അപ്പോൾ ഈ ക്യാമ്പസിലും മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ കൂടുതലും പഠിക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ് കാസിൽ. നമ്മൾ ക്യാൻബറ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ അവിടുത്തെ കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു അവർക്ക് സിഡ്നി സിറ്റി ക്യാമ്പസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? കാരണം ഇവിടെ സിഡ്നി ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽസ് ഒരുപാടുണ്ട്. അപ്പോൾ അവർക്ക് പ്ലേസ്മെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച കുട്ടികൾ അങ്ങനെ വരുന്നുണ്ട് ഇങ്ങോട്ട്. അതായത് പർട്ടിക്കുലർ സ്പെഷ്യലൈസേഷൻ ഒക്കെ വേണമെങ്കിൽ ആ ഒരു എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും ഒക്കെ കിട്ടാൻ സിഡ്നി ഹോസ്പിറ്റൽസ് കൂടുതൽ ഹെൽപ്ഫുള്ളാണ്. ക്യാൻബറയിലുള്ളതിനേക്കാളും കൂടുതൽ എക്സ്പോഷർ കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് ക്യാൻബറ യൂണിവേഴ്സിറ്റിയിലും ഇൻ ഹൗസ് അതിനകത്ത് ആ ക്യാമ്പസിൽ തന്നെ ഒരു നല്ല ഹോസ്പിറ്റലുണ്ട്. ക്യാൻബറയിൽ വേറെയും ആശുപത്രികളുണ്ട്. അപ്പോൾ ഇനി യുടാസ് അടുത്തതായിട്ട് പറയാൻ പോകുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയ. ഇവർക്കും ഒരു സാറ്റലൈറ്റ് ക്യാമ്പസ് സിഡ്നിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെയും പഠിക്കുന്ന കുട്ടികളുണ്ട്. എസ്പെഷ്യലി നഴ്സിംഗ് പ്രോഗ്രാമൊക്കെ ആക്സിലറേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാസ്റ്റർ ഓഫ് നഴ്സിംഗ് പ്രോഗ്രാം ഈ സിഡ്നി ക്യാമ്പസിൽ യുടാസ് യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയ ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് കാറ്റഗറി 1 ലൊക്കേഷൻ. ഇനി വിക്ടോറിയ യൂണിവേഴ്സിറ്റി, അത് സിഡ്നിയിലെ ക്യാമ്പസുണ്ട്. ഈവൻ ദോ ഇറ്റ്സ് എ യൂണിവേഴ്സിറ്റി ഫ്രം മെൽബൺ ഏരിയ ആൻഡ് ഇതും ഒരു കാറ്റഗറി 1 ലൊക്കേഷനാണ്. ഇറ്റ്സ് എ സാറ്റലൈറ്റ് ക്യാമ്പസ്. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സിസ്ബൺ യൂണിവേഴ്സിറ്റി. പരമറ്റയിലാണ് ക്യാമ്പസ് വരുന്നത്. ഇതൊരു പരമറ്റ ആയതുകൊണ്ട് കാറ്റഗറി 1 ആണ്. നമ്മുടെ ഓഫീസിന് തൊട്ടടുത്താണ്. ഇതെല്ലാം മെയിൻ ക്യാമ്പസ് വരുന്നത് മെൽബണിലാണ്. സ്വിറ്റ്ബൺ ഹോത്തോൺ ക്യാമ്പസ് ആണെങ്കിലും അതിനൊരു സാറ്റലൈറ്റ് ക്യാമ്പസ് ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 37 ക്യാമ്പസുകളെ പറ്റിയാണ് സംസാരിച്ചത്. ഇതുപോലെ നിങ്ങൾക്ക് വീണ്ടും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് രേഖപ്പെടുത്തുക. ഞങ്ങൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വിക്ടോറിയയിലെ യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. സോ സീ യു ദേർ. ദിസ് ഈസ് ജസ്റ്റ് സൈനിങ് ഓൺ ഫ്രം ഹോള ലെവൽ യൂട്യൂബ് ചാനൽ. ബൈ ബൈ.